അഹല്യ ഗ്രൂപ്പ് സാംസ്കാരിക രംഗത്ത് തങ്ങളുടേതായ വേറിട്ട സംഭാവനകൾ അർപ്പിക്കുന്നതിന്റെ ഭാഗമായി അഹല്യ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടത്തും. കഴിഞ്ഞ 2 വർഷങ്ങളായി വിജയകരമായി നടത്തിവരുന്ന അഹല്യ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ 3ാം പതിപ്പ് ഓഗസ്റ്റ് 10, 11 തീയതികളിൽ അഹല്യ ശില്പോദ്യാനത്തിലെ മുദ്ര, ലാസ്യ എന്നീ വേദികളിലായി നടത്തുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. കഴിഞ്ഞ 3 കൊല്ലമായിട്ട് സംസ്കാരത്തിൽ ഇടപെടുന്നതിന്റെ ഭാഗമായിട്ടാണ് അഹല്യ ലിറ്റററി ഫോറം രൂപീകൃതമാവുകയും അത് അലിഫ് എന്ന പേരിൽ വാർഷിക ഫെസ്റ്റിവൽ നടത്തുകയും ചെയ്യുന്നു. ഈ ഫെസ്റ്റിവൽ കൂടാതെ സാംസ്കാരിക രംഗത്ത് നിരന്തരമായിട്ടുള്ള ഇടപെടൽ അവിടെ നടക്കുന്നുണ്ട്. വിവിധ മാസങ്ങളിൽ വിവിധ പരിപാടികൾ നടക്കുന്നുണ്ട്. സാധാരണ നിലയിൽ കേരളത്തിൽ ഇത്തരം ഫെസ്റ്റിവലുകളൊക്കെ നടത്തുന്നത് സർക്കാരോ അസംബ്ലിയോ പുസ്തക പ്രകാശന സംരംഭങ്ങളും ഒക്കെയാണ്. ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. സാഹിത്യരംഗത്തെ ഏറ്റവും പ്രഗത്ഭരായ ആളുകളെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. 18 വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അത് സാഹിത്യം, കല, സംഗീതം, മാധ്യമം, ഹാസ്യം തുടങ്ങി നിരവധി മേഖലകൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. സാഹിത്യത്തെയും കലകളെയും സമൂഹവുമായി കൂടുതൽ അടുപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയുമാണ് ഫെസ്റ്റിവലിന്റെ ലക്ഷ്യം. സാംസ്കാരിക മാമാങ്കത്തിൽ കലാസാഹിത്യ, സാമൂഹ്യ, സാംസ്കാരിക, ചലച്ചിത്ര രംഗങ്ങളിലെ പ്രമുഖർ 2 ദിവസങ്ങളിലായി പങ്കെടുക്കും. സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുദാസ്, മുൻ ചീഫ് സെക്രട്ടറി VP ജോയ്, TR അജയൻ, ഡോക്ടർ RVK വർമ്മ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിക്കും. 600ഓളം പ്രതിനിധികൾ പങ്കെടുക്കും. TR അജയൻ, അഹല്യ ഹെറിറ്റേജ് വില്ലേജ് ഡയറക്ടർ ഡോക്ടർ RVK വർമ്മ, പ്രിൻസിപ്പൽ ഡോക്ടർ ശ്രീജിത്ത് M നായർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.